ഹേമചന്ദ്രനും ഹേമയും പ്രണവിൻ്റെ കാര്യം സംസാരിക്കുകയായിരുന്നു. മോൻ ഇവിടെ വന്നിരുന്നെങ്കിൽ. പെട്ടെന്ന് അങ്ങനെ പറ്റുമോ ഹേമ? എന്തായാലും നമ്മുടെ മോൻ ജീവിച്ചിരിക്കുന്നു എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമില്ലേ നമുക്ക്? ഞാൻ നവീനോട് വരാൻ പറഞ്ഞിട്ടുണ്ട്, ഹേമചന്ദ്രൻ പറഞ്ഞു. എന്തിനാ ചേട്ടാ? നിനക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് ഹേമേ. നീ ക്ഷമയോടെ വേണം അതെല്ലാം കേൾക്കാൻ. നമ്മുടെ മോളോട് ഈ ക്രൂരത കാട്ടിയത് നവീനും അവൻ്റെ മരിച്ചുപോയ കൂട്ടുകാരുമാണ്. ചേട്ടാ, ഹേമ ഒരലർച്ചയോടെ അയാളെ വിളിച്ചു. അവൻ എന്നാലും നമ്മുടെ മോൻ പോലെ കരുതിയല്ലേ ചേട്ടാ? എങ്ങനെ തോന്നി? നമ്മുടെ മോളോട് അവൻ, നമ്മുടെ മോളും പാറു മരിച്ചത് എങ്ങനെയാവും? അവനെതിരെ നമുക്ക് കേസ് കൊടുക്കാം ചേട്ടാ. അവനെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരണം. സിയോനെ നമ്മളെ സഹായിക്കും. പക്ഷേ അതിനു മുൻപ് അവൻ്റെ കൂട്ടുകാരെ ആരാണ് കൊന്നതെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. പോലീസിന് പോലും പറ്റാത്ത കാര്യം നമ്മൾ എങ്ങനെ ചെയ്യും? ചേട്ടൻ എന്തിനാ അവനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? ഞാൻ അവനെ കണ്ട വല്ലതും വിളിച്ചു പറയും. അരുത്, നമ്മൾ അറിഞ്ഞതായി ഒരു കാരണവശാലും അവന് തോന്നരുത്. അവൻ രക്ഷപ്പെടാൻ പാടില്ല. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ അവൻ കൊല്ലപ്പെടാൻ സമയമായി. 3 കൊലപാതകങ്ങൾ തമ്മിലുള്ള അകലം. പക്ഷേ അവരെയൊക്കെ കൊന്നത് ഏതോ മൃഗമല്ലേ? അവിടെയാണ് കില്ലറിൻ്റെ ബുദ്ധി. നന്നായി പരിശീലനം ലഭിച്ച ഏതോ മൃഗമാണ് ഓരോ കൊലപാതകത്തിനു പിന്നിൽ. അതുകൊണ്ട് തന്നെ ഒരു പോലീസും അയാളെ പിടിക്കില്ല. കാരണം അയാൾ ഒന്നും ചെയ്യുന്നില്ല. ഒരിക്കൽ കൂടി ഹേമ, ഞാൻ പറയുന്നു, നവീൻ വരുമ്പോൾ ഒരു ദേഷ്യവും കാണിക്കരുത്. പക്ഷേ അവനെ കാണുമ്പോൾ എങ്ങനെയാണ് ചേട്ടാ ചിരിച്ചു കാണിക്കുന്നത്? എൻ്റെ മക്കളെ അവനോട് ഞാൻ ക്ഷമിക്കുമെന്ന് നീ കരുതുന്നുണ്ടോ? ഒരിക്കലുമില്ല ഹേമ. അങ്ങനെ ഒരാൾ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. വേണ്ട, ചേട്ടനൊന്നും ചെയ്യരുത്. ഇല്ലടി, നമുക്ക് കാത്തിരിക്കാം ഒരു സന്തോഷ വാർത്തയ്ക്കായി. നവീൻ്റെ വണ്ടി മുറ്റത്തേക്ക് വരുന്നത് ജനലിലൂടെ ഹേമചന്ദ്രൻ കണ്ടു. ഞാൻ മുറിയിലേക്ക് പോകുക, എന്നെ വിളിക്കണ്ട, ഹേമ പറഞ്ഞു. മോളെവിടെ? നീ മുറിയിൽ കയറി വാതിലടച്ചോ. മോളെ ഇങ്ങോട്ട് വിടണ്ട. ശരി ചേട്ടാ. ഹേമ മുറിയിലേക്ക് പോയതിനു ശേഷമാണ് ഹേമചന്ദ്രൻ വാതിൽ തുറന്നത്. നവീൻ, കയറി വരൂ. പനിയൊക്കെ മാറിയോ? അച്ഛൻ പറഞ്ഞിരുന്നു നിനക്ക് പനിയാണെന്ന്. ഞാനിപ്പോൾ ഓക്കെ ആണെങ്കിൽ കടയിൽ പോകാൻ തുടങ്ങിയിരുന്നു. നിന്റെ ഫ്രണ്ട്സ് അല്ലേ മരിച്ചു പോയത്? സോറി, കൊല്ലപ്പെട്ടത്. അതെങ്കിൽ വാർത്തയിൽ കണ്ടിരുന്നോ? കണ്ടു. മോളെവിടെയെങ്കിൽ? ഉറങ്ങുന്നു. ഇപ്പോഴോ? മോൾക്ക് വയ്യായിരുന്നല്ലോ. ടാബ്ലറ്റ് ഉണ്ട്, അതിൻ്റെ സൈഡ് എഫക്റ്റ് ആവും. ഞാനൊന്ന് കാണട്ടെ. വേണ്ട, അവൾ ഉറങ്ങുകയല്ലേ. ആൻറ്റിയെ കണ്ടില്ല. അവൾ കുളിക്കുകയാ, ഇപ്പോൾ വരും. കല്യാണി, കോഫി എടുക്കൂ, ഹേമചന്ദ്രൻ പറഞ്ഞു. തനിക്ക് പെട്ടെന്ന് അന്യനായ പോലെ നവീന് തോന്നി. എന്തോ ഒരു വ്യത്യാസം പോലെ. അങ്കിൾ എന്ന് പെട്ടെന്ന് വിളിച്ചത്? എന്താ നവീൻ, തിരക്കായിരുന്നോ? കടയിൽ നല്ല തിരക്കായിരുന്നു അങ്കിൾ. കച്ചവടമൊക്കെ എങ്ങനെ? നല്ല രീതിയിൽ പോകുന്നു അങ്കിൾ. നവീൻ്റെ സാമർഥ്യമാണ്. നല്ല കാര്യം. ഞാനൊരു കാര്യം പറയാനാണ് വിളിച്ചത്. വളച്ചു കെട്ടുന്നില്ല. കടകൾ എൻ്റെ മോൾക്ക് കൊടുത്തതാണ്, സ്ത്രീധനം. നവീനിനി വേറെ കല്യാണം കഴിക്കും. എൻ്റെ മകളുടെ സ്ത്രീധനം കൊണ്ട് വേറെ കല്യാണം കഴിക്കുക എന്ന് പറയുമ്പോൾ നവീനെ പോലെയുള്ള ഒരാണിൻ്റെ അന്തസ്സിന് ചേർന്നതല്ല. നവീന് അത് എന്നോട് പറയാൻ ബുദ്ധിമുട്ടായിരിക്കുമെന്നറിയാം. ഞങ്ങൾ സ്വന്തം മകളെ പോലെയല്ലേ കാണുന്നത്. നവീൻ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട. ഞാൻ ആ കട വാങ്ങിച്ചത് പാർവതിയുടെ പേരിലാണ്. അതുകൊണ്ട് തന്നെ അന്ന് പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതായി വന്നില്ല. പക്ഷേ നോമിനി ഹേമയായിരുന്നു. പാർവതി മരിച്ചതുകൊണ്ട് അതിൻ്റെ അവകാശി സ്വാഭാവികമായും ഹേമയായി. അതുകൊണ്ട് കൃത്യമായി എനിക്ക് വാടക കിട്ടണം. കടയിലെ കൃത്യമായ കണക്കും കാര്യങ്ങളും ഹേമ അറിഞ്ഞിരിക്കണം. നവീൻ സ്വന്തമായ ഒരു കട തുടങ്ങാൻ പ്രാപ്തിയായെങ്കിൽ തുടങ്ങണം. അതല്ലേ നല്ലത്. ഇപ്പോൾ തന്നെ മാനേജർ അനീഷിനെ വിളിച്ചു പറഞ്ഞു വരും. അക്കൗണ്ട്സുമായി ഹേമയെ വന്ന് കാണാൻ. നവീൻ്റെ മുഖം രക്തമയമില്ലാത്തതുപോലെ വിളറി വെളുത്തു. അപ്പോഴാണ് കല്യാണി ചായയുമായി വന്നത്. ചായ കുടിക്കൂ നവീൻ. AC ഓണാണല്ലോ, പിന്നെന്താ നവീൻ വിയർക്കുന്നത്? എൻ്റെ ചിലവിൽ കല്യാണം കഴിക്കണമെന്നുണ്ടോ? ഏയ്, അങ്ങനെയൊന്നുമില്ലെങ്കിൽ. എങ്കിൽ ചായ കുടിക്ക്. നവീൻ ചായ എടുത്ത് കുടിച്ചു. ഹേമവാതിലിന് മറവിൽ നിന്ന് എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. നിനക്കുള്ള അടുത്ത പണി ഞാൻ ചായയിൽ തന്നിട്ടുണ്ട്, കുടിക്കു നീ, അവൾ മനസ്സിൽ പറഞ്ഞു. ചായ കുടിച്ച ഗ്ലാസ് കല്യാണിയുടെ കയ്യിൽ കൊടുത്തു. എങ്കിൽ ശരി, നവീൻ പൊക്കോളൂ. കടയിൽ തിരക്കല്ലേ, ഹേമചന്ദ്രൻ പറഞ്ഞു. ശരിയെങ്കിൽ ഞാൻ പിന്നെ വരാം. അവൻ പോയി കഴിഞ്ഞപ്പോൾ ഹേമ അങ്ങോട്ടേക്ക് വന്നു. ചേട്ടൻ നല്ല പണിയാണ് കൊടുത്തത്. അടുത്ത പണി ഞാനും കൊടുത്തിട്ടുണ്ട്. എന്താ ഹേമേ? അവൻ്റെ ചായയിൽ വിമ്മ് കലക്കിയിട്ടുണ്ട്. ഈ ജംഗ്ഷൻ മുതൽ ട്രാഫിക് തുടങ്ങും. അവൻ കാറിലിരുന്ന് പഠിക്കട്ടെ എങ്ങനെ ലൂസ് മോഷൻ നിയന്ത്രിക്കാമെന്ന്.
അവൾ ദേഷ്യം കൊണ്ട് പല്ല് കടിച്ചു. തീർന്നിട്ടില്ല അവനുള്ള പണി. ഹേമചന്ദ്രൻ അതിശയത്തോടെ ഹേമയെ നോക്കി. ഇതൊക്കെ എപ്പോൾ സംഭവിച്ചു? ഇത്രയും അറിഞ്ഞിട്ടും അവനെ ഞാൻ ഒന്നും ചെയ്യാതെ വിടുന്നത് എൻ്റെ പാറുവിൻ്റെ ആത്മാവ് ക്ഷമിക്കില്ല. ഒന്നും അറിയാത്ത എൻ്റെ പൗർണമി മോൾ. ഹേമ വിങ്ങിപ്പൊട്ടാൻ തുടങ്ങി. നവീൻ ട്രാഫിക് സിഗ്നലിലായിരുന്നു. വയറിൽ വേദന എടുക്കുന്നു. വയറിനുള്ളിൽ എന്തൊക്കെയോ പൊട്ടലും ചീറ്റലും. അത്യാവശ്യമായി ബാത്റൂമിൽ പോകണം. സഹിക്കാൻ കഴിയുന്നില്ല. നവീൻ ഇരുന്ന് വിയർത്തു. എത്ര നേരം നിയന്ത്രിച്ചിരിക്കും? വണ്ടി മുന്നോട്ടേക്ക് എടുത്തെങ്കിലും റോഡ് സൈഡിൽ എന്ത് ചെയ്യാനാ? അവൻ സീറ്റിലേക്ക് അമങ്ങിയിരുന്നു. നവീനാകെ വിയർത്തോണ്ടിരുന്നു. വണ്ടിയുടെ സ്പീഡ് കൂടി വന്നു. തൻ്റെ കയ്യിൽ നിന്ന് പോകുന്ന അവസ്ഥയായി. മിക്കവാറും വണ്ടിയിൽ സാധിക്കും അവൻ മനസ്സിലോർത്തു. റോഡിന് ഇരുവശത്തും റബ്ബർ തോട്ടമുള്ള ഒരു സ്ഥലമെത്തിയപ്പോൾ അവൻ വണ്ടി നിർത്തി. ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്നു. എന്ത് ചെയ്യും? എത്രയും പെട്ടെന്ന് കടയിലെത്തണം. അവൻ വീണ്ടും കാറിലേക്ക് കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്തു. പെട്ടെന്നാണ് തൻ്റെ കഴുത്തിന് പുറകിലൂടെ എന്തോ ചുറ്റുന്നതായി അവൻ തോന്നിയത്. അവൻ തിരിഞ്ഞു നോക്കി. ഒരു കുരങ്ങൻ അതിൻ്റെ പണി തുടങ്ങി. നവീൻ വേദന കൊണ്ട് പുളഞ്ഞു. വണ്ടി ഓടിക്കുന്നുണ്ടായിരുന്നു. റോഡ് സൈഡിൽ ഉണ്ടായിരുന്ന ഒരു വലിയ മാവിൽ അത് ഇടിച്ചു നിന്നു. നവീൻ സീറ്റിലേക്ക് മറിഞ്ഞു. അവൻ്റെ ദേഹം മുഴുവൻ കുരങ്ങൻ മാന്തി കയറിയിരുന്നു. വലിയ ശബ്ദം കേട്ട് ആരൊക്കെയോ ഓടി വന്നു. എതിരെ വന്ന വാഹനങ്ങൾ നിർത്തി. ആരൊക്കെയോ ചേർന്ന് നവീനെ വലിച്ചെടുക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. ആൾക്ക് ജീവനുണ്ടോ എന്ന് പോലും അറിയില്ല. ദേഹം മുഴുവൻ ചോരയൊലിക്കുന്നു. കാറിനകത്തു കൂടി രക്തം ഒഴുകുന്നുണ്ട്. കാർ ഒരു വശത്തേക്ക് ചരിഞ്ഞു കിടക്കുകയാണ്. മുഴുവൻ ചടങ്ങിയിരിക്കുന്നു. ആരോ വിളിച്ചു പറഞ്ഞതനുസരിച്ച് പോലീസ് എത്തിയിരുന്നു. നവീനെ പുറത്തെടുത്തപ്പോൾ എല്ലാവരും മൂക്കുപൊത്തി. ഭയങ്കര സ്മെല്ല്. ജീൻസിൽ മുഴുവൻ മോഷൻ പാസ് ചെയ്തിരിക്കുന്നു. ഒരു പോലീസുകാരൻ അയാളുടെ മൂക്കിൽ കൈവച്ച് ശ്വാസം എടുക്കുന്നുണ്ടോ എന്ന് നോക്കി. ഇല്ല, അയാൾ പറഞ്ഞു. കരോട്ടിഡ് പൾസ് നോക്കി. അതുമില്ല. അപ്പോഴാണ് അയാൾ അദ്ദേഹത്തിൻ്റെ മുറികൾ കണ്ടത്. കയ്യിൽ നിന്നും രക്തം ഒഴുകിയിരുന്നു. ഞരമ്പ് കട്ട് ചെയ്തിട്ടുണ്ട്. മരിച്ചെന്ന് മനസ്സിലായെങ്കിലും വേഗം ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ആശുപത്രിയിലെത്തിച്ച് ഡെഡ് ഡിക്ലെയർ ചെയ്ത ശേഷം പോസ്റ്റ്മോർട്ടം നടത്താൻ വിട്ടുകൊടുത്തു. സിയോന ആശുപത്രിയിലെത്തിയപ്പോഴേക്കും അവൾക്ക് ചുറ്റും ചാനലുകാരും പത്രക്കാരും കൂടി. ഇത് 4ാമത്തെ കൊലപാതകമല്ലേ മേഡം? നിങ്ങൾക്ക് ഇതുവരെ ഒന്നും തെളിയിക്കാൻ പറ്റിയില്ലല്ലോ. നിങ്ങൾക്ക് കഴിവില്ലെങ്കിൽ CBI ഏറ്റെടുക്കും മാഡം. എന്തിനാ വെറുതെ ഒരു പ്രഹസനം? സിയോന അവനെ രൂക്ഷമായി ഒന്ന് നോക്കി. ഇത് കൊലപാതകം എന്ന് നിങ്ങളങ്ങ് തീരുമാനിച്ചോ? എങ്കിൽ പിന്നെ നിങ്ങൾ തന്നെ അന്വേഷിക്കും മിസ്റ്റർ. നിങ്ങൾ തന്നെ എല്ലാം കൊട്ടിഘോഷിക്കുന്നുണ്ടല്ലോ. ഞങ്ങളെ മറയ്ക്കാൻ നോക്കണ്ട മാഡം. പോലീസുകാർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയതിനു ശേഷം അവൾ വണ്ടിയിൽ കയറിപ്പോയി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുമായി സിയോന SP-യുടെ അരികിലേക്ക് പോയി. SP സിദ്ധാർത്ഥ് വർമ്മ ആരോടോ ഫോണിൽ സംസാരിക്കുകയായിരുന്നു. സിദ്ധാർത്ഥ് വർമ്മ സിയോനയോട് ഇരിക്കാൻ കൈകൊണ്ട് ആംഗ്യം കാണിച്ചു. ഫോൺ വെച്ചതിനു ശേഷം സിദ്ധാർത്ഥ് സിയോനയെ നോക്കി. എന്തൊക്കെയാണോ ഇവിടെ നടക്കുന്നത്? ഫോൺ എടുക്കാനേ എനിക്ക് സമയമുള്ളൂ സർ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കുരങ്ങ് വിഭാഗത്തിൽപ്പെട്ട ഒരു മൃഗമാണ് കടിച്ചു മുറിച്ചിരിക്കുന്നത്. മുമ്പ് മരിച്ച 3 പേരും മരിച്ചയാളുടെ സുഹൃത്തുക്കളാണ്. ബ്രേക്കിയൽ ആർട്ടറി കട്ടായിട്ടുണ്ട്. ഉളി പോലുള്ള ഏതോ ഷാർപ്പ് ആയുധം വെച്ചാണ്. ഹെവി ബ്ലഡ് ലോസ് സംഭവിച്ചിട്ടുണ്ട്. ഫ്രോണ്ടൽ പാർട്ട് ശക്തിയായി ഇടിച്ചിരിക്കുന്നു. വണ്ടി മറിഞ്ഞപ്പോൾ ഇടിച്ചതാവാം. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചോ? ആ മൃഗത്തെക്കുറിച്ച് എന്തെങ്കിലും? സർ, എൻ്റെ ഊഹം ശരിയാണെങ്കിൽ അതൊരു കുരങ്ങാവണം. വലിയ മൃഗങ്ങൾ ആരുടെയും കണ്ണിൽപ്പെടാതിരിക്കില്ല. ശരി, എനിക്ക് ഉടനെ തന്നെ കേസ് ഫയൽ കംപ്ലീറ്റ് ആയി കെട്ടണം. ഓക്കെ സർ. അവൾ സല്യൂട്ട് ചെയ്ത് തിരിച്ചുപോയി. അവൾ നവീൻ കൊല്ലപ്പെട്ട റോഡിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുകയായിരുന്നു. സംശയക്കതീതമായി ഒന്നുമില്ല. മറ്റാരുടെയും ഫിംഗർ പ്രിന്റും കിട്ടിയിട്ടില്ല. എക്സ്ക്യൂസ് മീ മാഡം. അവർ ശബ്ദം കേട്ടിടത്തേക്ക് നോക്കി. ഇന്ദുലേഖയോ? വരൂ. മാഡം, എനിക്കൊരു ഡൗട്ട്. എന്താ ഇന്ദു? ഈ മരിച്ച നവീൻ്റെ ഭാര്യ എങ്ങനെയാ മരിച്ചത്? ആക്സിഡൻ്റ് ആയിരുന്നു. ഇനി അതും എന്തെങ്കിലും കൊലപാതകമായിരിക്കുമോ? അതെന്താ നിനക്ക് അങ്ങനെ തോന്നാൻ? അല്ല മേഡം, നവീനും അവൻ്റെ കൂട്ടുകാരുമല്ലേ ഇതുപോലെ കൊല്ലപ്പെട്ടത്? നീ എന്താ ഉദ്ദേശിക്കുന്നത്? സിയോന ചോദിച്ചു. പാർവതിയുടെ പ്രേതമായിരിക്കുമോ അവരെ കൊന്നത് എന്ന് എനിക്കൊരു സംശയം. നീ ഏത് നൂറ്റാണ്ടിലാണ് ഇന്ദു ജീവിക്കുന്നത്? അതല്ല മേഡം, നമുക്കൊരു ഫിംഗർ പ്രിന്റ് പോലും ഇതുവരെ കിട്ടിയിട്ടില്ല. CCTV ദൃശ്യങ്ങളിൽ ആരും അവിടെ വന്നിട്ടില്ല. ഏതോ മൃഗം കടിച്ചു പറിച്ചു എന്നല്ലേ പറയുന്നത്? അത് അവളുടെ പ്രേതമാണെങ്കിലോ? സിയോന ചിരിച്ചു. ശരി, നമുക്ക് നാളെ ഒരു പത്രസമ്മേളനം വിളിക്കാം. ഈ 4 കൊലപാതകത്തിനു പിന്നിലും പാർവതിയുടെ പ്രേതമാണെന്ന് നമുക്ക് പറയാം. മതിയോ? മാഡം, എന്നെ കളിയാക്കുകയാണോ? ഏയ്, സീരിയസ് ആയി പറഞ്ഞതാ.
എങ്കിൽ മേഡം കണ്ടുപിടിക്കും. ഇതുവരെയുള്ള എല്ലാ കേസും മേഡം തെളിയിച്ചിട്ടുണ്ട്. ഇതിന് മാത്രം എന്തു പറ്റി? ലക്ഷ്മിയും അനന്തവും ആകെ തകർന്ന അവസ്ഥയിലായിരുന്നു. ഒരേയൊരു മകനാണ് കൊല്ലപ്പെട്ടത്. എന്താ സംഭവിച്ചത് എന്നോ ആരാ കൊന്നതെന്നോ അറിയില്ല. നാട്ടിൽ പല കഥകളും പ്രചരിക്കുന്നുണ്ട്. പാർവതിയുടെ പ്രേതമാണ് കൊന്നത് എന്നൊക്കെ പറയുന്നത്. കൊലയാളിയെ കണ്ടെത്താൻ ഇതുവരെ പോലീസിന് സാധിച്ചിട്ടില്ല. കേസ് CBIക്ക് വിടട്ടെ, ലക്ഷ്മി പറഞ്ഞു. തങ്കം രണ്ടുപേർക്കും ആഹാരമായി വന്നു. രണ്ടുപേരും ഒന്നും കഴിക്കാതെ ഇങ്ങനെ ഇരുന്ന ഇങ്ങനെ ശരിയാവും. വേണ്ട കുട്ടി, ആർക്കു വേണ്ടിയാണ് കഴിക്കുന്നത്? ആഹാരം കഴിക്കുന്നത് നമുക്ക് വേണ്ടിയാണ്, തങ്കം പറഞ്ഞു. രണ്ടുപേരും എഴുന്നേറ്റ് വന്നേ. വേണ്ട മോളെ, നീ എന്തെങ്കിലും കഴിക്ക്. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, നമുക്ക് 3 പേർക്ക് ഒരുമിച്ച് കഴിക്കാം. അവൾ ലക്ഷ്മിയുടെ കയ്യിൽ പിടിച്ചെഴുന്നേൽപ്പിച്ച് മേശയുടെ മുമ്പിൽ കൊണ്ടിരുത്തി. അങ്കിൾ വന്നേ. 3 പേരും ഒരുമിച്ച് ആഹാരം കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ദിനേശ് കയറി വന്നത്. ആനന്ദിന്റെ ചേട്ടന്റെ മകനാണ്. ദിനേശ് MBA കഴിഞ്ഞതാണ്. ബാംഗ്ലൂരിലായിരുന്നു. നവീൻ മരിച്ചപ്പോൾ നാട്ടിൽ വന്നതാണ്. അവനായിരുന്നു എല്ലാം മുന്നിൽ നിന്ന് നടത്തിയത്. ആനന്ദിനും ലക്ഷ്മിക്കും അതൊരു ആശ്വാസമായിരുന്നു. അങ്കിൾ, നവീൻ്റെ കടകൾ തുറക്കണം. എത്ര നാൾ അടച്ചിടും? ഞാൻ കടയിലേക്ക് പോകാം. അങ്കിൾ ഇങ്ങനെ ഒരു മാനസികാവസ്ഥയിൽ അങ്ങോട്ടേക്ക് പോകാൻ സാധിക്കില്ലല്ലോ. ഇന്നു മുതൽ ഞാൻ പോകാം. ബാംഗ്ലൂർ എൻ്റെ കട ഭാര്യ നോക്കിക്കോളും. ഇങ്ങനെ ഒരു അവസരത്തിൽ അങ്കിളിന് വിട്ടിട്ട് പോകാൻ പറ്റില്ലല്ലോ. നിന്റെ വലിയ മനസ്സിന് നന്ദി മോനെ. കട അടച്ചിട്ടില്ല. ഹേമ അവിടെയുണ്ട്. ഹേമയുടെ പേരിലാണ് കട. പാർവതിയുടെ അമ്മ. അവർ എന്തിനാ വരുന്നത്? അവരുടെ മകൾക്ക് കൊടുത്തതല്ലേ. മകൾ മരിച്ചുപോയി. ഇപ്പൊ നവീനും. അതുകൊണ്ട് അവരത് തിരിച്ചെടുത്തു. അതെങ്ങനെ ശരിയാവും? അവനല്ലേ അതിനുവേണ്ടി കഷ്ടപ്പെട്ടത്. അപ്പോ അതിൻ്റെ അവകാശി നിങ്ങളാണ്. അല്ല മോനെ, അത് അവരുടെ കടയായിരുന്നു. പാർവതിയുടെ പേരിൽ വാങ്ങിയെന്നേ ഉള്ളൂ. നമുക്കെന്തിനാ? ആർക്കു വേണ്ടി? ദിനേശ് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. നീ വാ, വന്ന് കഴിക്ക്. വേണ്ട, ഞാൻ കഴിച്ചതാ, ഞാൻ പോകുന്നു. അവൻ വേഗത്തിൽ ഇറങ്ങിപ്പോയി. ലക്ഷ്മിയും ആനന്ദും മുഖത്തോട് മുഖം നോക്കി.